ഒരു 100 വട്ടം ഞാൻ ചോദിച്ചാണ് വെള്ളത്തിൽ വീണിട്ടുണ്ടോ വെള്ളത്തിൽ വീണിട്ടുണ്ടോ എന്നുള്ളത്. അല്ല ഗായ്സ്, ഇന്ന് നമുക്ക് സർവീസ് ചെയ്യാൻ കിട്ടിയിരിക്കുന്ന ഒരു iPhone 11 ആണ്. അപ്പോൾ ഇത് കസ്റ്റമർ പറഞ്ഞ കംപ്ലയിൻറ്റ് ഏകദേശം ഇവിടുന്ന് ഒരു 1 മന്ത് മുന്നേ എൻ്റെ ഒരു ഡിസ്പ്ലേ മാറ്റി പോയ കസ്റ്റമറാണ്. അപ്പോൾ അവർ പറഞ്ഞത് 1 മന്ത് ഡിസ്പ്ലേ മാറ്റിയ ശേഷം കണ്ടിന്യൂസ് വർക്കായി, പിന്നീട് പെട്ടെന്ന് ഓഫായി പോയി. അതായത് ഡിസ്പ്ലേൻ്റെ കംപ്ലയിൻ്റ് ആണെന്ന് പറഞ്ഞ ഒരു കസ്റ്റമർ വന്നത്. ഈ ഒരു കണ്ടീഷൻ കണ്ടപ്പോൾ തന്നെ കസ്റ്റമർ ഞാൻ ചോദിച്ചാണ് വെള്ളത്തിൽ വീണിട്ടുണ്ടോ വെള്ളത്തിൽ വീണിട്ടുണ്ടെന്നുള്ളത്. കസ്റ്റമർ പറഞ്ഞു വെള്ളത്തിൻ്റെ അയലത്ത് പോലും പോയിട്ടില്ല, ആൾ തന്നെ യൂസ് ചെയ്യുന്ന ഡിവൈസ് ആണെന്ന്. അപ്പോൾ ഫോൺ ഓപ്പൺ ചെയ്ത് നോക്കിയപ്പോഴാണ് ഈ ഒരു കണ്ടീഷൻ കാണുന്നത്. ഇതിൻ്റെ മുന്നേയും ഇതേപോലെ പല അവസ്ഥകളുണ്ടായിട്ടുണ്ടെങ്കിലും ഇത്രയും ദയനീയമായിട്ടുള്ള അവസ്ഥ ഇത് ആദ്യമായിട്ടാണ്. അതായത് വെള്ളത്തിൽ വീണിട്ടില്ല എന്ന് പറഞ്ഞ ഡിവൈസാണ് നിങ്ങളിപ്പോൾ ഈ കാണുന്നത്. അതായത് കസ്റ്റമർ ഇപ്പോൾ നമ്മുടെ അടുത്ത് ഡിസ്പ്ലേ മാറ്റിപ്പോയി, ഇനി അത് വെള്ളത്തിൽ വീണാലും അല്ലെങ്കിൽ സ്പീക്കർ കംപ്ലൈൻ്റ് ആയാലും ഒരു ഒരു മാസം കഴിഞ്ഞ് 2 മാസം കഴിഞ്ഞ് ഡിസ്പ്ലേ മാറ്റിയ ഡിവൈസിൻ്റെ ചാർജിങ് കേബിൾ കംപ്ലൈൻ്റ് ആയപ്പോലും അത് ടെക്നീഷ്യന്മാരെ തലക്കെ കംപ്ലൈൻ്റ് ആയിട്ട് വരുള്ളൂ. അത് നമ്മൾ ചെയ്ത ഫോൾട്ട് എന്ന് പറഞ്ഞ കസ്റ്റമർ വരുള്ളൂ. അതായത് ഒരു കസ്റ്റമേഴ്സും ഒരിക്കലും സത്യം പറയില്ല. ഈ ഒരു അവസ്ഥ എനിക്ക് മാത്രമല്ല, ഒരുപാട് ഈ ഫീൽഡിലുള്ള ഒട്ടുമിക്ക എല്ലാ ടെക്നീഷ്യന്മാർക്കും ഈ ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ടാകും. അപ്പോൾ നിങ്ങൾക്ക് ഇതേപോലത്തെ എന്തെങ്കിലും അവസ്ഥ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം. അതായത് കസ്റ്റമറിനോട് നമ്മൾ ചോദിച്ചാൽ വെള്ളത്തിൽ വീണിട്ടുണ്ടോ, അതായത് ജസ്റ്റ് ഫോണിൻ്റെ അകത്ത് വെള്ളം കാണിച്ചു കൊടുത്ത് ചോദിച്ചാൽ പോലും കസ്റ്റമർ പറയും വെള്ളത്തിൽ വീണിട്ടില്ല, യൂസ് ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് ഓഫ് ആയതാണ്, ഞാൻ തന്നെ യൂസ് ചെയ്യുന്നതാണ്, വെള്ളത്തിൽ ഒരിക്കലും പറ്റിയിട്ടില്ല എന്നുള്ളത്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.